വർഷങ്ങളായി വാടകമുറിയിൽ പ്രവർത്തിച്ച ആലംകോട് വില്ലേജിന് പുതിയ കെട്ടിടമുയരുന്നു. ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ സംസ്ഥാന പാതയോട് ചേർന്ന റവന്യൂ ഭൂമിയിൽ പ്രവർത്തിച്ചിരുന്ന പഴയ വില്ലേജ് കെട്ടിടം പൊളിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 45 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിക്കുന്ന വില്ലേജ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഹൈവേ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. 400-ലേറെ വില്ലേജുകൾ മെയിൻ്റനൻസിലൂടെയും അറ്റകുറ്റപ്പണികളുടെ മാറ്റത്തിലൂടെയും സ്മാർട്ട് ഓഫീസുകളായി മാറി. 283 ഓഫീസുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇവിടുത്തെ ഓഫീസിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കാനും അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധ്യമായത്. റവന്യൂ വകുപ്പിന്റെ ഓഫീസുകൾ സ്മാർട്ടാകുന്നതോടെ അവിടെയുള്ള ജീവനക്കാർക്ക് മാത്രമല്ല, അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു പുതിയ റവന്യൂ ഓഫീസ് നമ്മുടെ മുമ്പിൽ ലഭ്യമാവുകയാണ്. കളറില്ലാതെ പൊടി പിടിച്ച് കൂമ്പാരമായിട്ടുള്ള ഫയലുകളുടെ അടിയിൽ കുനിഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നേരത്തെ റവന്യൂ വകുപ്പിന്റെ ചിഹ്നമായിരുന്നതെങ്കിൽ വിശാലമായ ഇടത്തിൽ 1400-ഓളം വരുന്ന സ്ക്വയർ ഫീറ്റ് അടക്കം നല്ല തയ്യാറെടുപ്പുകളോടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ വരുന്നവർക്ക് ഇരിക്കാനും പെരുമാറാനും ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നവരും ജോലിക്കാരും തമ്മിലുള്ള ഒരു സംഘർഷം ലഘൂകരിക്കാനുള്ള മാനസികാവസ്ഥ ഉയർത്താനുമൊക്കെ സ്മാർട്ട് ഓഫീസുകൾ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ റവന്യൂ വകുപ്പിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. 10 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. MLA പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി അസൗകര്യമായി പ്രവർത്തിച്ചു വരുന്ന ആലംകോട് വില്ലേജ് ഓഫീസിനെ സ്വന്തമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് ഇവിടെ നടക്കുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ 7 വില്ലേജ് ഓഫീസുകൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ റവന്യൂ വകുപ്പ് ഇന്ത്യക്കാകെ മാതൃകയാണ്. ഏവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. അതിന്റെ നേതൃത്വം നൽകുന്ന മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. പൊന്നാനി മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചങ്ങരംകുളത്ത് തന്നെ അടുത്ത ദിവസം ബ്യൂട്ടിഫിക്കേഷൻ വർക്കിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. 10,000 ഉപഭോക്താക്കൾക്ക് ഗുണം കിട്ടുന്ന സബ്സ്റ്റേഷൻ പെരുമറ്റിൽ സ്ഥലം എടുത്തു കഴിഞ്ഞു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ കെട്ടിടം ഉയരുന്നതോടെ ചങ്ങരംകുളത്തുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനു കൂടി വിരാമമാകുകയാണ്. CNTV ചങ്ങരംകുളം.